ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇതിലൂടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഡിന്നറിൻ്റെ പരിപാടിയിലാണ് ഉള്ളത്. ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കൻ ചില്ലിയും അതുപോലെ കുബൂസും ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 വലിയ ഉള്ളി ഞാൻ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു തക്കാളി കേട്ടോ. തക്കാളി സത്യത്തിൽ ചേർക്കേണ്ട, പക്ഷെ ഞാൻ ബാക്കിയുള്ള സാധനവും ക്യാപ്സിക്കം അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തക്കാളി ചേർക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ചെറിയൊരു ക്യാരറ്റും കൂടി ഉണ്ടായിന് കേട്ടോ. ക്യാരറ്റ് സത്യത്തിൽ വാടിപ്പോയിട്ടുണ്ടായിന്. അത് ഞാനും ഷവർമ ആക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെങ്കിലും അതൊന്ന് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വാടിപ്പോയിട്ടുണ്ടായിന്. പിന്നെ മറ്റടുപ്പിൽ ഞാൻ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച കോഴിയായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ നമുക്ക് കുബൂസൊന്നും ആ ഒരു പെർഫെക്റ്റായ രീതിയിൽ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കഴിക്കാൻ പാകത്തിൽ കിട്ടിയിട്ടുണ്ടായി. നമ്മൾ ഈ ഈസ്റ്റും അതുപോലെ പാലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച ഉടനെ എന്താക്കാൻ പാടില്ല, കുബൂസിന് വേണ്ടി മാവ് കുഴച്ച് വെക്കാൻ വേണ്ടി പാടില്ല. കുറച്ച് ആ തണുപ്പ് പോയതിന് ശേഷം മാത്രം കുഴച്ചാൽ കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അധികം റെസ്റ്റ് ചെയ്യാനും ഞാൻ വെച്ചിട്ടുണ്ടായിട്ട് എനിക്കൊന്ന് ആ ഒരു അരമണിക്കൂർ, മാക്സിമം പോയാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയ കുഞ്ഞു പോരായ്മകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. അതിൻ്റെ കൂടെ മയോണീസും കെച്ചപ്പൊക്കെ വന്നപ്പോൾ സൂപ്പറായിരുന്നു. ഞാൻ ചാനൽ തുടങ്ങി പിന്നെ ഇതുവരെ ഇങ്ങനെയുള്ള റെസിപ്പിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറേ പേരിങ്ങനെ സജഷൻ പറയാറുണ്ട്, അത് ഇന്ന റെസിപ്പി ഇട്ടുകൂടെ ചാനലിൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്കതിനുള്ളൊരു സാവകാശം സമയം ഒന്നും കിട്ടിയിട്ടില്ല. ഇത് രണ്ടും ഒത്തു കിട്ടിയാൽ ചിലപ്പോൾ സാധനം ഉണ്ടാവില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നമ്മളെ ചുമന്ന മുളക് പൊടിച്ച് വെച്ച് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ കുറച്ച് സോസും ടൊമാറ്റോ സോസും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി നന്നായിട്ട് തന്നെ ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. മറന്നുമല്ല, കാരണം ഉള്ളി വഴറ്റാണ് നമ്മൾ മറ്റേ സാധാരണ നോർമലി ചില്ലി ആക്കുന്ന രീതിയിൽ ആക്കിയെങ്കിൽ മക്കളതൊക്കെ എടുത്തെറിഞ്ഞിട്ട് അതിൽ ചിക്കൻ മാത്രം എടുത്ത് തിന്നും. അപ്പം അത് വേണ്ടാന്ന് എഴുതിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ മാക്സിമം പരമാവധി നല്ല രീതിയിൽ തന്നെ വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അത് ഞാൻ അവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കുബൂസ് പരത്തുകയാണ്. ആദ്യത്തെ 1-2 നല്ല പാങ്ങിലാണ്, നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പരത്തിയതൊക്കെ സത്യത്തിൽ ഇന്ത്യയിലെ ഊടം പോലെ ആയിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് സ്വന്തം തിന്നാനുള്ളതല്ലേ, നമ്മൾ മാത്രമല്ല തിന്നുള്ളൂ എന്നുള്ളൊരു സമാധാനത്തിൽ ഇങ്ങനെയൊക്കെ ആക്കിയാണ്. പിന്നെ നന്നായി ഒരുപാട് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ കുബൂസ് എല്ലാവർക്കും അറിയായിരിക്കും അതെങ്ങനെയാണ് ആ ഒരു തിക്നെസ് വേണ്ടതെന്നില്ല. അപ്പോൾ ആ രീതിയിൽ മാത്രമേ ഞാൻ പരത്തി എടുത്തിട്ടുള്ളൂ. മക്കൾ ഇങ്ങനത്തെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ അധികം പെറുക്കുന്ന തന്നെയാണ് ആക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമൊക്കെ പെറുക്കുന്ന തന്നെ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അധികം വാശി പിടിച്ചാൽ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെറുക്കുന്നതിന് ഞാൻ എൻ്റെ പരീക്ഷണങ്ങളാണ് മക്കൾ എല്ലാം കഴിക്കുന്നത്. ഓക്കെ, മക്കൾ മാത്രമല്ല, എൻ്റെ നിയാസ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചീസ്. അത് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു എന്ന് പറയുന്നത് കഴിക്കാൻ നല്ലൊരു പ്രത്യേക വേറെ തന്നെ ടേസ്റ്റാണ്. ഞാനിവിടെ ചപ്പാത്തിയൊക്കെ വാങ്ങിയാൽ ഇതേപോലെ മസാലയും ചീസൊക്കെ ഇട്ടിട്ട് മക്കൾക്ക് റോൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ ഒരിക്കൽ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടുണ്ടായി. രണ്ടാമത് പൊരിച്ച ചിക്കനും കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ മയോണൈസ് ആക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മയോണൈസ് ആക്കേണ്ടതൊക്കെ. അപ്പം വീഡിയോ അത്രയേ ഇല്ലൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.
പിന്നെ ഈ മിഠായി നിങ്ങൾക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.